കഥ പറയാ. നദിക്കരയിലുള്ള മരം വെട്ടുകയായിരുന്നു മരം വെട്ടുകാരൻ. പെട്ടെന്ന് കയ്യിൽ നിന്ന് കോടാലി വഴുതി നദിയിൽ വീണു. വളരെ ആഴമുള്ള കയത്തിലാണ് അത് പതിച്ചത്. അതെടുക്കാൻ ഒരു വഴിയുമില്ല. മരം വെട്ടി വിറകാക്കി വിറ്റില്ലെങ്കിൽ തന്റെ ഭാര്യയും കുഞ്ഞും പട്ടിണിയാകും. അയാൾ കരഞ്ഞുകൊണ്ട് നദീദേവതയെ പ്രാർത്ഥിച്ചു. അല്പനേരം കഴിഞ്ഞ് നദീദേവത പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് നീ കരയുന്നത്? നദീദേവത ചോദിച്ചു. അയാൾ കാര്യം പറഞ്ഞു. അലിവ് തോന്നിയ ദേവത നദിയിൽ മുങ്ങി. ഒരു സ്വർണ്ണ കോടാലിയുമായിട്ടാണ് ദേവത പൊങ്ങി വന്നത്. ഇതാണോ നിന്റെ കോടാലി? അല്ല, അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവത വീണ്ടും മുങ്ങി. ഇത്തവണ വെള്ളിക്കോടാലിയുമായിട്ടാണ് പൊങ്ങിയത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതല്ല എന്റെ കോടാലി. ദേവത വീണ്ടും നദിയിൽ മുങ്ങി. ആ മരം വെട്ടിയുടെ സ്വന്തം കോടാലിയുമായി പൊങ്ങി. ഇത് തന്നെ എന്റെ കോടാലി. സന്തോഷത്തോടെ അയാൾ പറഞ്ഞു. നീ സത്യസന്ധനായതുകൊണ്ട് ഈ 3 കോടാലിയും എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവത മറഞ്ഞു. 3 കോടാലികളുമായി അയാൾ തന്റെ വീട്ടിലെത്തി. സ്വർണ്ണ നിറത്തിലുള്ള കോടാലി എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഗുണപ്രദമാണോ? അതെനിക്കറിയില്ല. അപ്പോൾ അതാണ് കാര്യം. ഒരിക്കൽ കഴുത്തിൽ മുറിവുമായി ഒരു സ്ത്രീ ഡോക്ടറുടെ പക്കലെത്തി. അവർ പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ഭർത്താവ് എന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന ശേഷം എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. കഴുത്തിലെ ഈ മുറിവ് അങ്ങനെയാണ് ഉണ്ടായത്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ഡോക്ടർ. അക്കാര്യം ഞാൻ ഏറ്റു. ഒരൊറ്റമൂലി പ്രയോഗമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു ഉപ്പിടുക. അതിനുശേഷം സ്പൂൺ കൊണ്ട് ഇളക്കുക. പിന്നീട് വെള്ളം വായിൽ കൊള്ളുക. അരമണിക്കൂർ നേരം കഴിഞ്ഞ് തുപ്പിക്കളയുക. ഇത് ദിവസവും ചെയ്യണം. 2 ആഴ്ച കഴിഞ്ഞു. സ്ത്രീ സന്തോഷത്തിലായി. ഡോക്ടറുടെ അടുത്തെത്തി പറഞ്ഞു, ഡോക്ടറുടെ മരുന്ന് ഫലിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നില്ല ഡോക്ടർ. കണ്ടില്ലേ വായി തുറക്കാതിരുന്നാലുള്ള ഗുണം. പത്രോസ് കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പോയി. മലകളും തടാകവും പൂന്തോട്ടവും എല്ലാം അയാൾക്ക് ഇഷ്ടപ്പെട്ടു. തടാകക്കരയിൽ വിനോദയാത്രക്കാർക്ക് സവാരി ചെയ്യാൻ കുതിരകൾ റെഡിയായി നിൽക്കുന്നു. സവാരി ചെയ്യാൻ പത്രോസിനും കൊതി തോന്നി. വലിപ്പമുള്ള ഒരു കുതിരയുടെ അടുത്തു ചെന്ന് കുതിരക്കാരനോട് ആഗ്രഹം പറഞ്ഞു. കുതിരക്കാരൻ പറഞ്ഞു, ഇത് ഒരു പ്രത്യേകതരം കുതിരയാണ്. എന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ കുതിര കുതിച്ചോടും. എന്റെ കർത്താവേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും. ഒരു സന്യാസാശ്രമത്തിലെ കുതിരയാണിത്. ശരി എന്ന് പറഞ്ഞ് പത്രോസ് കുതിരപ്പുറത്ത് കയറി. എന്റെ ദൈവമേ എന്ന് പറഞ്ഞു. കുതിര കുതിച്ചു വാനു. പത്രോസിന് ഹരമായി. അയാൾ പലയിടത്തും കറങ്ങി. ഇപ്പോൾ കുതിരയും പത്രോസും ആത്മഹത്യാ മുനമ്പിലേക്കുള്ള പാതയിലാണ്. കുതിര കുതിച്ചു വായുകയാണ്. കുതിരയെ നിർത്താനുള്ള വാക്ക് പത്രോസ് മറന്നുപോയി. എന്റെ ഈശോയെ, എന്റെ മാതാവേ എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. കുതിര പായുകയാണ്. ആത്മഹത്യാ മുനമ്പിലേക്ക് ഇനി 4 അടിയേ ഉള്ളൂ. പെട്ടെന്ന് പത്രോസിന് കുതിരയെ നിർത്തുവാനുള്ള വാക്ക് ഓർമ്മ വന്നു. അയാൾ പറഞ്ഞു, എന്റെ കർത്താവേ. സഡൻ ബ്രേക്ക് ഇട്ട പോലെ കുതിര നിന്നു. ഒരു കുതിപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പത്രോസും കുതിരയും കൂടി അകാലത്തിലുള്ള കൊക്കയിൽ പതിക്കുമായിരുന്നു. ആശ്വാസത്തോടെ പത്രോസ് പറഞ്ഞു, എന്റെ ദൈവമേ. ബാലൻ കുളിക്കാൻ കയറിയപ്പോൾ ഡോർബെൽ അടിച്ചു. അയാൾ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, രാധേ, ആരാണെന്ന് നോക്കൂ. രാധ വാതിൽ തുറന്നപ്പോൾ അടുത്ത വീട്ടിലെ രാകേഷാണ്. സുന്ദരിയായ രാധയെ കണ്ടപ്പോൾ രാകേഷ് പറഞ്ഞു, ഒരു ചുംബനം തരാമെങ്കിൽ ഞാൻ 10,000 രൂപ തരാം. രാധ സ്തബ്ധയായി ഒരു നിമിഷം നിന്നു. പിന്നീട് 10,000 രൂപയുടെ കാര്യമോർത്തു. അവർ രാകേഷിനെ ചുംബിച്ചു. രാകേഷ് 10,000 രൂപ രാധയ്ക്ക് കൊടുത്ത ശേഷം സ്ഥലം വിട്ടു. രാധ രൂപയുമായി വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ ബാലൻ കുളിമുറിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു, ആരായിരുന്നു അത് രാധേ? അടുത്ത വീട്ടിലെ രാകേഷ്, രാധ പറഞ്ഞു. അത് ശരി, അവൻ എനിക്ക് നൽകാനുള്ള 10,000 രൂപയുടെ കാര്യം വല്ലതും പറഞ്ഞോ? മദർ തെരേസ മരിച്ച് സ്വർഗത്തിലെത്തി. മദറിന് വിശക്കുന്നുണ്ടോ?
ദൈവം ചോദിച്ചു. മദർ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്. ദൈവം ഉടനെ മദറിന് ബ്രെഡും ജാമും വിളമ്പി. ബ്രെഡ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ മദർ താഴെയുള്ള നരകത്തിലേക്ക് നോക്കി. അവിടെയുള്ളവർ ചിക്കൻ ബിരിയാണി തിന്നുന്നു. പിറ്റേ ദിവസവും മദറിനും ദൈവത്തിനും ബ്രെഡും ജാമായിരുന്നു. താഴെയുള്ള നരകത്തിൽ ചോറും പലതരം കറികളുമായിരുന്നു. എല്ലാ ദിവസവും മദറിനും ദൈവത്തിനും ബ്രെഡും ജാമായിരുന്നു. എന്നാൽ നരകത്തിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണമായിരുന്നു. 7-ാം ദിവസം മദർ ചോദിച്ചു, പിതാവേ, എന്താണിങ്ങനെ? ഇവിടെ എന്നും ബ്രെഡും ജാമും, താഴെ നരകത്തിൽ ഉഗ്രൻ ശാപ്പാടും. ദൈവം പറഞ്ഞു, സത്യം പറയാലോ മദറെ, ഇവിടെ നാം 2 പേർക്ക് മാത്രമായിട്ട് ഒരു പാചകക്കാരനെ നിയമിക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നല്ല മനുഷ്യർ ഈ ലോകത്ത് വളരെ കുറവാണ്. സാജനും രാജനും സഹപ്രവർത്തകരാണ്. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് സാജൻ പറഞ്ഞു, ഞാൻ 6 മാസം ദൈർഘ്യമുള്ള ഒരു രാത്രികാല കോഴ്സിന് ചേർന്നു. നമുക്കറിയാൻ വയ്യാത്ത വളരെയധികം കാര്യങ്ങൾ ആ കോഴ്സിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. രാജൻ, കൊള്ളാമല്ലോ. സാജൻ, ഗ്രഹാംബെൽ ആരാണെന്ന് നിനക്കറിയാമോ? രാജൻ, ഇല്ല. സാജൻ, 1976 ടെലഫോൺ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. രാത്രി പഠനത്തിന് ചേരുകയാണെങ്കിൽ നിനക്കിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. 2-ാം ദിവസത്തെ സംഭാഷണം. സാജൻ, വിക്ടർ ഹ്യൂഗോ ആരാണെന്ന് നിനക്കറിയാമോ? രാജൻ, ഇല്ല. സാജൻ, പാവങ്ങൾ എന്ന വിശ്വപ്രസിദ്ധ നോവൽ എഴുതിയ ഫ്രഞ്ച് എഴുത്തുകാരനാണ് അദ്ദേഹം. രാത്രി പഠനത്തിന് ചേരുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്ക് അറിയുവാൻ സാധിക്കും. 3-ാം ദിവസം. സാജൻ, അരുന്ധതി റോയ് ആരാണെന്ന് അറിയാമോ നിനക്ക്? രാജൻ, ഇല്ല. സാജൻ, ബുക്കർ സമ്മാനം നേടിയ കേരളത്തിൽ വേരുകളുള്ള ഇന്ത്യൻ എഴുത്തുകാരിയാണവർ. രാജൻ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. KC ബാലൻ ആരാണെന്ന് നിനക്കറിയാമോ? സാജൻ, ഇല്ല. രാജൻ, അവനാണ് നിന്റെ ഭാര്യയും കൊണ്ട് രാത്രിയിൽ സിനിമ കാണാനും ചുറ്റിക്കറങ്ങാനും പോകുന്നത്. നിന്റെ രാത്രികാല കോഴ്സ് നിർത്തിയാൽ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം മനോജ് ഒരു ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഇടവഴിയിൽ നിന്ന് ഒരു കറുത്ത കാർ ടാക്സിയുടെ മുമ്പിലേക്ക് കയറി. ടാക്സി ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് കറുത്ത കാറിൽ മുട്ടിയില്ല എന്ന നിലയിൽ വലിയ ശബ്ദത്തോടെ ടാക്സി നിന്നു. കറുത്ത കാറിലെ ഡ്രൈവർ ഉച്ചത്തിൽ ടാക്സി ഡ്രൈവറെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ടാക്സി ഡ്രൈവർ ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം ചീത്ത വിളിക്ക് ശേഷം കറുത്ത കാറുകാരൻ ഓടിച്ചുപോയി. മനോജ് ചോദിച്ചു, ശരിക്കും അയാളല്ലേ തെറ്റ് ചെയ്തത്? മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അയാളല്ലേ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളല്ലേ അയാളെ ശകാരിക്കേണ്ടത്? ടാക്സി ഡ്രൈവർ ശാന്തനായി പറഞ്ഞു, സർ, പല മനുഷ്യരും മാലിന്യം കൊണ്ടുപോകുന്ന ലോറി പോലെയാണ്. ആ ലോറിയിൽ നിരാശ, ദേഷ്യം, അസ്വസ്ഥത, അസൂയ എന്നിങ്ങനെയുള്ള മാലിന്യങ്ങളായിരിക്കും. ലോറിയിൽ മാലിന്യം നിറയുമ്പോൾ അത് പുറത്തേക്ക് വീഴും. ചിലപ്പോൾ അത് നിങ്ങളുടെ മേൽ വീഴും. ഇപ്പോൾ സംഭവിച്ചതും അതാണ്. അയാളോട് അതേ രീതിയിൽ പ്രതികരിച്ചാൽ നിങ്ങളും മാലിന്യം റോഡിൽ വിതറുന്നവനാകും. നിങ്ങളോട് ശരിയായ രീതിയിൽ പെരുമാറുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.